Hi dear students, welcome to politics class. Today we can start our second term. Are all ready? Okay. Our third chapter is what is government. You already heard the term government. In this chapter we are going to study works performed by government, levels of government, laws and the government, types of government and democratic government. First we can discuss the works performed by government. Every country needs a government to make decision and get things done. Government takes day-to-day decisions. First we can say construction of roads, schools, bridges, etc. These are done by the government. Next we can say the price regulation. In a day-to-day market we can see the price of the products are increasing. But the government can be control the price of the product in the market. Then another we can say supply of electricity. The government can be increase the supply of electricity. Okay. Government takes day-to-day decisions. We can include these points. Then another performance is government takes action on social issues. There are government can take many actions and to solve some social issues. First we can say programs to help poor. Many programs are done by the government that help for poor women, children, etc. And we can take the example of social issue. Nowadays our world, our country also facing the great diseases is corona. The government can take many steps to control the spread of diseases, and also government take many decisions. In the last few months we are in lockdown. Okay, that is the decision of the government. Okay, ഗവൺമെൻറ് ഡേ ടു ഡേ ചെയ്യുന്ന ഡിസിഷൻസ് വർക്സുകളൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാം കൺസ്ട്രക്ഷൻ സെക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ ഇത് ഗവൺമെൻറ് റോഡുകൾ, സ്കൂള്, ബ്രിഡ്ജ്, ഹോസ്പിറ്റൽ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. മറ്റൊന്നാണ് പ്രൈസ് റെഗുലേഷൻ. നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ കുറഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഇന്ത്യയിൽ ഫേസ് ചെയ്തിരുന്ന ഓണിയൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്തത് അല്ലേ? അപ്പോൾ എന്തായിരുന്നു, ഒരിടയ്ക്ക് സബോളയുടെയൊക്കെ വില കൂടിയിട്ട് എത്രയായി, 200 രൂപയ്ക്കൊക്കെ എത്തിയ അവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ ഈ മാർക്കറ്റിൽ പല വസ്തുക്കളുടെയും വില കൂടുന്നത് നിയന്ത്രിക്കാൻ ആർക്ക് കഴിയും? ഗവൺമെൻറ്റിന് കഴിയും. മറ്റൊന്നാണ് സപ്ലൈ ഓഫ് ഇലക്ട്രിസിറ്റി. നമ്മൾക്ക് ഇലക്ട്രിസിറ്റി എല്ലാവരിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ വിതരണം ഇൻക്രീസ് ചെയ്യിക്കുക, ഇതൊക്കെ ആർക്ക് ചെയ്യാൻ കഴിയും? ഗവൺമെൻറ്റിന് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വർക്സുകളും ആര് ചെയ്യുന്നുണ്ട്? ഗവൺമെൻറ് നമ്മൾക്ക് വേണ്ടി ചെയ്തു തരുന്നുണ്ട്. മറ്റൊന്നാണ് ഗവൺമെൻറ് പല പ്രോഗ്രാംസുകളും നടത്തുന്നത്. അതായത് പുവർ പീപ്പിളിന് അല്ലെങ്കിൽ കുട്ടികൾക്ക്, സ്ത്രീകൾക്ക് ഇവർക്ക് വേണ്ടി ഉപകാരപ്പെടുന്ന പല പ്രോഗ്രാമുകളും കണ്ടക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർക്ക് ബെനിഫിറ്റ് കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ പറയാം, പെൻഷൻ കൊടുക്കുന്നത് അല്ലേ? വിധവകൾക്ക്, കർഷകർക്ക്, പിന്നെ എന്താ വാർദ്ധക്യത്തിലുള്ളവർക്ക്, ഇവർക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? പെൻഷൻ കൊടുക്കുന്നുണ്ട് അല്ലേ? ഇതൊക്കെ എന്താണ്? ഗവൺമെൻറ് ചെയ്യുന്ന ഓരോ പ്രോഗ്രാമുകളാണ്. മറ്റൊന്നാണ് സോഷ്യൽ ഇഷ്യൂസ്. സമൂഹത്തിൽ എന്തെങ്കിലുമൊക്കെ സാമൂഹ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ഇപ്പോൾ ദളിത് പീപ്പിളിനെതിരെ പലപ്പോഴും എന്താണ് പല കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതും, അല്ലെങ്കിൽ അവർക്ക് വേണ്ടത്ര അതായത് സ്കൂളുകളിലോ അഡ്മിഷൻ കൊടുക്കാത്തത്, അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടുന്നതും, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അവിടെയൊക്കെ എന്താണ് ഗവൺമെൻറ്റിന് എന്ത് ചെയ്യാൻ കഴിയും? വേണ്ടത്ര നടപടികൾ സ്വീകരിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഈ ഗവൺമെൻറ്റിന് എന്താണ് എന്തെങ്കിലും സോഷ്യൽ ഇഷ്യൂസിനെതിരെയൊക്കെ എന്ത് ചെയ്യാൻ കഴിയും? ഗവൺമെൻറ്റിന് ആക്ഷൻ എടുക്കാൻ കഴിയും. ദെൻ next, the government has the job of protecting the boundaries of the country and maintaining peaceful relations with the other countries.
we have 8 neighboring countries. Okay, in this map we can see that. Okay, Pakistan, Afghanistan, China, Nepal, Bhutan, Myanmar, Bangladesh, and here Sri Lanka. ഇവിടെ 7 നെയ്ബറിങ് കൺട്രീസുമായിട്ട് നമ്മൾ എന്തുണ്ട്, ലാൻഡ് ഷെയർ ചെയ്യുന്നുണ്ട്. ലാൻഡ് ഏരിയാസിൽ നോക്കുകയാണെങ്കിൽ 7 നെയ്ബറിങ് കൺട്രീസാണ് ഉള്ളത്. ഇപ്പോൾ ഈ നെയ്ബറിങ് കൺട്രീസിൽ നിന്ന് ഒക്കെ കഴിയുന്നുള്ള അറ്റാക്കിൽ നിന്ന് നമ്മുടെ രാജ്യത്തെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആരാണ് ചെയ്യുന്നത്? ഗവൺമെൻറ് ആണ് ചെയ്യുന്നത്. ഗവൺമെൻറ്റിലൂടെ ആരാണ്? സോൾജേഴ്സാണ് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവർ ആരുടെ കൺട്രോളിലാണ് വരുന്നത്? ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിലാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ പബ്ലിക്കിനെ, നമ്മുടെ പൊതുജനങ്ങളെ സംരക്ഷിക്കുന്നത് ആരുടെ ഡ്യൂട്ടിയാണ്? ഗവൺമെൻറ്റിൻ്റെ ഡ്യൂട്ടിയാണ്. അപ്പോൾ ഗവൺമെൻറ് ചെയ്യുന്ന മറ്റൊരു പെർഫോമൻസ് ആണ് ഇത്. അതുപോലെ തന്നെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുക മാത്രമല്ല, മറ്റു കൺട്രീസുമായിട്ട് എന്താ പീസ്ഫുൾ റിലേഷൻസും മേക്ക് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, വെൻ ദർ ആർ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ലൈക്ക് ദ സുനാമി ഓർ ആൻ എർത്തിക്യൂക്ക്, it is the government that mainly organizes aid and assistance for the affected people. നമ്മുടെ രാജ്യത്ത് പലപ്പോഴും കാണുന്ന ഇഷ്യൂ ആണ് ഇത്, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഉണ്ടാകുന്നത്. കഴിഞ്ഞ വർഷം നമ്മുടെ കേരളം ഫേസ് ചെയ്തതാണ് വലിയ ഫ്ലഡ് ഉണ്ടായത് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ടൈമിലും സുനാമിയോ ഫ്ലഡോ എർത്തിക്യൂക്കോ ഇങ്ങനെയുള്ള എന്ത് നാച്ചുറൽ ഡിസാസ്റ്റർ ഉണ്ടാകുമ്പോഴും അവിടത്തേക്കുള്ള എയ്ഡുകൾ, അതായത് എന്താണ് മെഡിസിൻസ് കൊടുക്കൽ, അല്ലെങ്കിൽ അവിടേക്ക് ആളുകളെ ഹെൽപ്പിന് വിടുന്നത്, അല്ലെങ്കിൽ അവർക്ക് ഫിനാൻഷ്യൽ എയ്ഡുകളൊക്കെ കൊടുക്കുന്നത് ആരാണ്? ഗവൺമെൻറ് ആണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ഈ വർഷവും നമുക്ക് എന്താ നമ്മുടെ ഇടുക്കി റീജിയനിൽ എന്താണ് ഒരു ലാൻഡ് സ്ലൈഡ്സ് ഉണ്ടായില്ല, അവിടെ കുറേ ആളുകൾ മരിച്ചു പോകുന്നതിന് ഇടയായി. അപ്പോൾ അവിടെയൊക്കെ എന്താണ് ചെയ്തത്? ഗവൺമെൻറ്റിൻ്റെ മുൻകൈയോടെയാണ് അവിടുത്തെയുള്ള രക്ഷാപ്രവർത്തനങ്ങളൊക്കെ നടത്തി വരുന്നത്. ഇതൊക്കെ ആരുടെ ഡ്യൂട്ടിയാണ്? ഗവൺമെൻറ് ഡ്യൂട്ടിയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് നമ്മൾക്ക് വേണ്ടി ചെയ്തു തരുന്നുണ്ട്. ദെൻ ഗവൺമെൻറ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ ആൻഡ് പണിഷിങ് ക്രിമിനൽസ്, ദാറ്റ് കോർട്സ് പാർട്ട് ഓഫ് ദ ഗവൺമെൻറ്. അപ്പോൾ അതുപോലെ തന്നെ മറ്റൊന്നാണ് പലപ്പോഴും നമ്മുടെ രാജ്യത്ത് കാണുന്നതാണ് ക്രൈമുകൾ അല്ലേ. പലതരത്തിലുള്ള ക്രൈമുകൾ നടക്കുന്നുണ്ട് അല്ലേ. ടെററിസം, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള മർഡറിങ്, അല്ലെങ്കിൽ കറപ്ഷൻ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ തെറ്റ് ചെയ്യുന്നവർക്ക് പണിഷ്മെൻറ്റ് കൊടുക്കുന്നത് ഒക്കെ ആരുടെ ഡ്യൂട്ടിയാണ്? ഗവൺമെൻറ്റിന്. അല്ലെങ്കിൽ എന്തെങ്കിലും കോൺഫ്ലിക്ട്സുകളുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതൊക്കെ ഗവൺമെൻറ് ഡ്യൂട്ടിയാണ്. അത് ഏതിലൂടെയാണ് ചെയ്യുന്നത്? കോർട്ടിലൂടെയാണ്. ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് കോർട്ട്സ് ഉണ്ട്. അതൊക്കെയാണ് നമുക്ക് പറയാം. സുപ്രീം കോർട്ട്, ഹൈക്കോർട്ട്, ഡിസ്ട്രിക്ട് കോർട്ട്, കോർട്ടുകളുണ്ട്. ഓരോ കേസിൻ്റെ സ്വഭാവം അനുസരിച്ച് അതാത് കോർട്ടിൽ പോയിട്ട് എന്ത് ചെയ്യാം, നിയമ നടപടികൾ എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ കോർട്ട് എന്ന് പറയുന്നത് ഗവൺമെൻറ് ഒരു ഭാഗം തന്നെയാണ്. നമ്മൾ ആരുമല്ല അത് നിയന്ത്രിക്കുന്നത്. അതൊരു സെൽഫ് ഗവേണിംഗ് ബോഡി തന്നെയാണ് ഏത് കോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോർട്ടും എന്താണ്? ഗവൺമെൻറ്റിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. ദെൻ how governments manage to do all this and why it is necessary for them to do so. Human beings need some organization so that decisions can be made. Some rules have to be made that apply to everyone. Therefore, on behalf of people, with the assistance of people and for the people, government performs various duties. Next, levels of government. India is a vast country. India is the 7th largest country in the world. How government manages to do all this? നമ്മൾ ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒരുപാട് പെർഫോമൻസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞില്ല, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതെല്ലാം ഗവൺമെൻറ് എങ്ങനെയാണ് ചെയ്യുന്നത്? ക്യാൻ യു സേ? ഗവൺമെൻറ് വർക്ക്സ് അറ്റ് ഡിഫറെൻറ്റ് ലെവൽസ്. ഗവൺമെൻറ് എങ്ങനെയാണ് ചെയ്യുന്നത്? ഡിഫറെൻറ്റ് ലെവൽസ് ആണ് വർക്ക് ചെയ്യുന്നത്. നൗ വി ക്യാൻ ലുക്ക് വാട്ട് ആർ ദ ലെവൽസ് ഓഫ് ഗവൺമെൻറ്. 3 levels of government are central government, state government
and local self-government. Once more, 3 levels of government: central government, state government and local self-government. Okay, national level, state level and local level. India is a vast country എന്ന് പറഞ്ഞല്ലേ. In our country, we have 28 states in our country. In each states have many districts. Okay, totally we can say 720 districts in our country. ഈ ഡിസ്ട്രിക്ട്സിൽ ഡിസ്ട്രിക്ട്സിനുള്ളിൽ ലോക്കലിൽ ഒക്കെ നോക്കുകയാണെങ്കിൽ എന്താണ് വൈഡായിട്ടാണ് ഉള്ളതില്ലേ. അപ്പോൾ ഒരു ഗവൺമെൻറ്റിന് തന്നെ ഇത്രയും ലോക്കൽ ലെവലിലേക്ക് വരെ അവരുടെ പെർഫോമൻസ് എത്തിക്കുക എന്നത് വളരെ ഡിഫിക്കൾട്ടാണ്. അപ്പോൾ എന്താണ് ചെയ്തത്? ഗവൺമെൻറ് വർക്ക്സ് 3 ലെവൽസ് ആക്കി. ഏതൊക്കെയാണ്? നാഷണൽ ലെവലിലാക്കി, സ്റ്റേറ്റ് ലെവലിൽ ആൻഡ് ലോക്കൽ ലെവലിൽ. ഓക്കെ, ലോക്കൽ ലെവൽസ് മീൻസ് ഇൻ അവർ വില്ലേജ്, ടൗൺ ഓർ ലൊക്കാലിറ്റി. ഇൻ അവർ ലോക്കൽ ലെവൽ മീൻസ് പഞ്ചായത്ത് ലെവൽ. In our panchayat we can say കോടഞ്ചേരി പഞ്ചായത്ത്, ഓമശ്ശേരി പഞ്ചായത്ത്. ഓക്കെ, നിങ്ങൾ ഇതിലേതെങ്കിലും ഒരു പഞ്ചായത്തിൽ പെടുന്ന ആളുകളായിരിക്കും അല്ലേ. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ വർക്ക് ലോക്കൽ ലെവലിലേക്ക് എത്തിക്കുമ്പോൾ ഈ ഏതെങ്കിലും ഒരു പഞ്ചായത്തിന് കീഴിലായിരിക്കും ഇത് നമ്മളുള്ളത് അല്ലേ. അപ്പോൾ അവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? പല പെർഫോമൻസ് എന്താണ് അവർ ലോക്കൽ ലെവലിൽ ചെയ്യുന്നു. അതിൻ്റെ ബെനിഫിറ്റൊക്കെ എന്താണ് നമ്മളിലേക്ക് എത്തുകയും ചെയ്യുന്നു അല്ലേ. നമ്മുടെ നാടുകളിൽ എന്താ, റോഡുണ്ട്, ബ്രിഡ്ജസ് ഉണ്ട്, സ്കൂളുകളുണ്ട്, ഹോസ്പിറ്റലുകളുണ്ട്. ഇതൊക്കെ എന്താണ് അവയുടെയൊക്കെ പെർഫോമൻസ് കൺട്രോൾ ചെയ്യുന്നതാണ് പഞ്ചായത്ത് ലെവൽ അല്ലെ ലോക്കൽ ലെവൽ നമുക്ക് പറയാം. ദെൻ ദ സ്റ്റേറ്റ് ലെവൽ വുഡ് മീൻ ദാറ്റ് വിച്ച് കവേഴ്സ് ആൻഡ് എൻ്റയർ സ്റ്റേറ്റ്. ഓക്കെ, സ്റ്റേറ്റ് ലെവലിൽ നോക്കുകയാണെങ്കിൽ എന്താണ് സ്റ്റേറ്റ് കംപ്ലീറ്റ് ആയിട്ട്. ഇൻ അവർ കേരള വി ക്യാൻ ടേക്ക്, കേരള എന്ന് പറഞ്ഞ സ്റ്റേറ്റ് മാത്രമാണോ ഉള്ളത്? ഇല്ല, 28 സ്റ്റേറ്റ്സും നമ്മുടെ ഇന്ത്യയിൽ മൊത്തം എത്രയുണ്ട്? 28 സ്റ്റേറ്റ്സ് ഉണ്ട്. അപ്പോൾ അതിലൊരു സ്റ്റേറ്റാണ് ഏത്? കേരള എന്ന് പറയുന്നത്. അപ്പോൾ കേരളയിലെ സ്റ്റേറ്റ്സിൽ ആളുകളുടെ കാര്യങ്ങൾ നോക്കുന്നത് ആരായിരിക്കും? സ്റ്റേറ്റ് ഗവൺമെൻറ് ആയിരിക്കും ചെയ്യുന്നത്. ദെൻ ആൻഡ് ദ നാഷണൽ ലെവൽ റിലേറ്റ്സ് ടു ദ എൻറ്റയർ കൺട്രി. ഈ എല്ലാ സ്റ്റേറ്റ്സിനെയും ടോട്ടലായിട്ട് കൺട്രോൾ ചെയ്യുന്നതായിരിക്കും എങ്ങനെയാണ്? നാഷണൽ ഗവൺമെൻറ്, നാഷണൽ ലെവലിലേക്ക്. അപ്പോൾ ഒരു നാഷണൽ ഗവൺമെൻറ് അവർ ചെയ്യുന്ന വർക്ക്സുകൾ എവിടേക്ക് വരെ ഡീസെൻട്രലൈസ് ചെയ്ത് കൊടുക്കുന്നു? പഞ്ചായത്ത് വരേക്ക് ഡീസെൻട്രലൈസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ്? നാഷണൽ ലെവലിൽ നോക്കുകയാണെങ്കിൽ നമുക്കൊരു നാഷണൽ ഗവൺമെൻറ് ഉണ്ട് അല്ലേ. ആരാണ്? നമ്മുടെ പ്രൈം മിനിസ്റ്ററായ നരേന്ദ്രമോദിയും അദ്ദേഹത്തിൻ്റെ മിനിസ്റ്റേഴ്സോട് ചേർന്ന നാഷണൽ ലെവൽ ഗവൺമെൻറ്. ദെൻ നെക്സ്റ്റ് ആണ് സ്റ്റേറ്റ് ഗവൺമെൻറ്. സ്റ്റേറ്റ് ലെവലിൽ നോക്കുകയാണെങ്കിൽ അവർ ചീഫ് മിനിസ്റ്റർ ഈസ് Pinarayi Vijayan and other ministers are included in the state level. And the local level നോക്കുകയാണെങ്കിലോ നമ്മുടെ ഓരോ പഞ്ചായത്തിലെ പഞ്ചായത്ത് പ്രസിഡൻറ്റും അദ്ദേഹത്തിൻ്റെ അതോടൊപ്പം വാർഡ് കൗൺസിലേഴ്സും. ഓരോ നമ്മുടെ പഞ്ചായത്തിനെ എന്താണ് ഡിഫറെൻറ്റ് വാർഡുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഓരോ വാർഡിൽ നിന്നും ഒരാളെ നമ്മളെന്താ റെപ്രസെൻറ്റേറ്റീവായി തിരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാവരോടും ചേർന്നാണ് ഇത് പഞ്ചായത്ത് ആവുന്നത്. ഇപ്പോൾ സ്റ്റേറ്റ് മിനിസ്റ്റേഴ്സ് എങ്ങനെയാണ് വരുന്നത്? നമ്മുടെ സ്റ്റേറ്റിൽ ഡിഫറെൻറ്റ് കോൺസ്റ്റിറ്റ്യുവൻസീസ് ഉണ്ട്. ആ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്ന് ഒരാളെ റെപ്രസെൻറ്റേറ്റീവായി തിരഞ്ഞെടുക്കുന്ന അദ്ദേഹം MLA എന്നറിയപ്പെടുന്നു. അദ്ദേഹത്തിൽ നിന്നുള്ള കുറച്ച് ആളുകളെ മിനിസ്റ്റേഴ്സാക്കി ഫോം ചെയ്യുന്നു. ദെൻ നാഷണൽ ലെവലിൽ നോക്കുകയാണെങ്കിൽ എൻ്റെ കൺട്രി കംപ്ലീറ്റ് ആയിട്ട് അവിടെ ഇങ്ങനെ പാർലമെൻറ്റ് കോൺസ്റ്റിറ്റ്യുവൻസീസ് ആയിട്ട് ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഓരോ പാർലമെൻറ്റ് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്നും ഒരു റെപ്രസെൻറ്റേറ്റീവിന് എലക്ട് ചെയ്യപ്പെടുന്നു. അദ്ദേഹം MP എന്നറിയപ്പെടുന്നു, മെമ്പർ ഓഫ് പാർലമെൻറ്റ്. ആ MPസിൽ നിന്നാണ്
നാഷണൽ ഗവൺമെൻറ്, അതായത് റൂളിംഗ് പാർട്ടിയായിട്ട് വരുന്ന, അതായത് ഏറ്റവും കൂടുതൽ ഏത് പാർട്ടിക്കാണ് വോട്ട് കിട്ടുന്നത് അതിലുള്ളവരെയാണ് എന്താക്കുന്നത്, റൂളിംഗ് പാർട്ടി ആയിട്ട് വരുന്നത്, അവരാണ് നാഷണൽ ലെവലിൽ ഗവൺമെൻറ് ഫോം ചെയ്യുന്നത്. അതിൽ മിനിസ്റ്റേഴ്സൊക്കെ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ലോസ് ആൻഡ് ദ ഗവൺമെൻറ്. The government makes law and everyone who live in the country have to follow these. What is the government laws? The government makes laws, we should follow them. Okay. Just like the government has the power to make decisions, similarly it has the power to enforce its decisions. Okay. ഗവൺമെൻറ് ലോസ് മേക്ക് ചെയ്യുന്നുണ്ട്, അത് ഫോളോ ചെയ്യാൻ എന്താണ് നമ്മൾ ബാധ്യസ്ഥരാണ് ഇല്ലേ. അപ്പോൾ അത് എന്താണ് മേക്ക് ചെയ്ത ലോസ് നമ്മൾ വയലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഗവൺമെൻറ്റിന് അതിനനുസരിച്ചുള്ള പ്രോപ്പർ ഡിസിഷൻസ് എടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഹെൽമെറ്റ് ഇല്ലാതെ വണ്ടി ഓടിച്ചാൽ എന്താക്കും, ഫൈൻ അടയ്ക്കേണ്ടി വരുന്നുണ്ടല്ലേ. ഇപ്പോൾ റീസെൻ്റായിട്ട് വന്നേക്കുന്നതാണ് മാസ്ക് അല്ലേ. കൊറോണ എന്നുള്ള ഡിസീസ് മൂലം നമ്മളോട് എന്തായി, ഗവൺമെൻറ് ആവശ്യപ്പെട്ടിരിക്കുന്നതാണ് എല്ലാവരും മാസ്ക് ധരിക്കുന്നത്, പൊതുസ്ഥലങ്ങളിൽ ഇറങ്ങുമ്പോൾ മാസ്ക് ധരിക്കണം. ഇപ്പോൾ എന്തായി, മാസ്ക് ധരിച്ചില്ലെങ്കിൽ എന്തായി, ഫൈൻ അടയ്ക്കേണ്ടി വന്നല്ലേ. അപ്പോൾ ഗവൺമെൻറ് മേക്ക് ചെയ്തൊരു ലോയാണ് എന്ത്, പൊതു ഇടങ്ങളിൽ മാസ്ക് ധരിക്കുന്നത്. അത് പാലിച്ചില്ലെങ്കിലോ, നമ്മളത് തെറ്റിച്ചെങ്കിൽ എന്ത് ചെയ്യും, ഗവൺമെൻറ് തന്നെ ആക്ഷൻ എടുക്കാതെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഫൈൻ അടയ്ക്കേണ്ട അവസ്ഥ വരും. അതുപോലെ തന്നെയാണ് വെഹിക്കിളിൽ ഹെൽമെറ്റ് ഇല്ലാതെ ബൈക്ക് ഓടിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഒന്നെങ്കിൽ ഫൈൻ അടയ്ക്കാം, അല്ലെങ്കിൽ എന്താക്കിയും ഗവൺമെൻറ്റിന് എൻ്റെ ലൈസൻസ് കട്ട് ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല സീറ്റ് ബെൽറ്റ്സ് യൂസ് ചെയ്തില്ലെങ്കിലൊക്കെ എന്താണ്, ഗവൺമെൻറ്റിന് അതിന് ആക്ഷൻ എടുക്കാൻ പറ്റും അല്ലേ. അപ്പോൾ എന്താണ്, എങ്ങനെ ചെയ്യും, ഗവൺമെൻറ് നമ്മുടെ ലൈസൻസ് കട്ട് ചെയ്യാനൊക്കെ കഴിയും. ഓക്കെ, government's power to make decisions is not of much use if it lacks power to enforce these laws. What can people do if they feel that a particular law is not being followed? That is, example is if you violate the motor rule, the government can cut the license. Okay. He or she may approach the court and claim that the law is not being followed. For example, that they were not hired for a job because of their religion or caste. He or she may approach the court and claim that the law is not being followed. The court can then give order about what should be done. ഇപ്പോൾ ഒരു ജോബിന് അപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ജോബിന് ചെല്ലുമ്പോൾ റിലീജിയൻ അല്ലെങ്കിൽ കാസ്റ്റിൻ്റെ ബേസിൽ നമുക്ക് ആ ജോബ് റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കോർട്ടിൽ പോയിട്ട് കേസ് ഫയൽ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യും, ഗവൺമെൻറ് അതിനനുസരിച്ചുള്ള എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഗവൺമെൻറ് അവിടുന്ന് ഡിസിഷന് എടുത്തു നൽകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കൺട്രിയിലുള്ള നിയമമാണ് ഇത്, റിലീജിയൻ അല്ലെങ്കിൽ കാസ്റ്റിൻ്റെ ബേസിസിൽ ആരും ഡിസ്ക്രിമിനേറ്റ് ചെയ്യപ്പെടരുത് എന്നുള്ളത്. അപ്പോൾ അത് വയലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഗവൺമെൻറ്റിന് അതിനെതിരെ നടപടി സ്വീകരിക്കാൻ കഴിയും. ഓക്കെ, നെക്സ്റ്റ് ടൈപ്സ് ഓഫ് ഗവൺമെൻറ്. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗവൺമെൻറ്? Can you say? Yes, that is, first we can say democracy. What is democracy? Next we can say monarchy. What is monarchy? Then next types of government is dictatorship. What is dictatorship? Who gives the government this power to make decisions and enforce laws? The answer to these questions depend on the type of government there is in a country. എന്താണ് ഇവിടെ ചോദിച്ച ക്വസ്റ്റ്യന്? ആരാണ് ഈ ഗവൺമെൻറ്റിന് ഇങ്ങനെയുള്ള ഡിസിഷൻ എടുക്കാനും അല്ലെങ്കിൽ നിയമങ്ങൾ നടപ്പിലാക്കാനും ഒക്കെയുള്ള അധികാരം കൊടുക്കുന്നത് എന്നത്. ഇത് എന്തിനെ ബേസ് ചെയ്തിരിക്കുന്നു? ഓരോ കൺട്രിയിലും
ഏത് തരം ഗവൺമെൻറ് ആണ് ഉള്ളത് എന്നതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗവൺമെൻറ് നമ്മൾ പറഞ്ഞു, ഡെമോക്രസി, മൊണാർക്കി ആൻഡ് ഡിക്റ്റേറ്റർഷിപ്പ്. ഈ ഇതിവയിൽ ഏതാണ് ഉള്ളത് അതിനെ ബേസ് ചെയ്തായിരിക്കും ആരാണ് അവിടുത്തെ നിയമങ്ങൾ നടപ്പിലാക്കുന്നത് അല്ലെങ്കിൽ എന്ത് തീരുമാനങ്ങൾ എടുക്കുന്നത് എന്നത് തീരുമാനിക്കുന്നത്. ഫസ്റ്റ് വി ക്യാൻ ഡിസ്കസ് ദ ഡെമോക്രസി. It is the people who give the government this power. Okay, how people give this power to the government? Through the vote, through the election. Elected person from the government make laws on behalf of the people. In a democracy, the government has to explain its actions and defend its ഡിസിഷൻസ് ടു ദ പീപ്പിൾ. എന്താണ് ഡെമോക്രാറ്റിക് ഗവൺമെൻറ് പറയുന്നത്? അപ്പോൾ അവിടുത്തെ ഡിസിഷൻസ് എടുക്കാനും നിയമങ്ങൾ നടപ്പിലാക്കാനുള്ളതും ആരെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്? അതിൻ്റെ പവർ എന്ന് പറയുന്ന പീപ്പിളിലാണ് ഉള്ളത്. ഈ പീപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? നമ്മളിൽ നിന്ന് എലക്ട് ചെയ്യപ്പെടുന്ന, നമ്മളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വ്യക്തിനെയായിട്ടാണ് എന്താക്കുന്നത്? നമ്മൾ ഗവൺമെൻറ്റിലേക്ക് പറഞ്ഞു വിടുന്നത്, അല്ലെങ്കിൽ MP-യോ MLA-യോ മിനിസ്റ്ററോ ഒക്കെ ആയിട്ട് വിടുന്നത്. അപ്പോൾ അവർക്ക് എന്താണ്, ഈ എലക്റ്റഡ് പേഴ്സണാണ് എന്ത് ചെയ്യുന്നത്? ഗവൺമെൻറ് ഫോം ചെയ്യുന്നത്. അവരെ ആർക്ക് വേണ്ടിയിട്ടാണ് നിയമങ്ങൾ നടപ്പിലാക്കുന്നത്? ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിയമങ്ങൾ നടപ്പിലാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഡെമോക്രസി ആയിട്ടുള്ള ഗവൺമെൻറ്റിന് എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? അവർ നടപ്പിലാക്കുന്ന നിയമങ്ങളും ഡിസിഷൻസും ആക്ഷൻസൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഈ ഡെമോക്രാറ്റിക് ഗവൺമെൻറ് ബാധ്യസ്ഥനാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വി ക്യാൻ ഡിസ്കസ് ദ മൊണാർക്കി. വാട്ട് ഈസ് monarch? Monarch means king or queen. What is king or queen? And monarch. The monarch has the power to make decisions and run the government. എന്താണ് ഈ മൊണാർക്ക് ടൈപ്പ് ഓഫ് ഗവൺമെൻറ് നോക്കിയാണെങ്കിൽ അവിടുത്തെ ഡിസിഷൻസ് ലോസൊക്കെ മേക്ക് ചെയ്യാനുള്ള പവർ ആർക്കാണ് ഉള്ളത്? അവിടുത്തെ കിങ്ങിനോ ക്യൂനോ ആണ് ഉള്ളത്. എങ്ങനെയാണ്? ഒരു വ്യക്തിയോ അദ്ദേഹവുമായി ബന്ധപ്പെട്ട കുറച്ച് ആളുകളും ഉണ്ടാവും, അവരാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. അൺലൈക്ക് ഇൻ എ ഡെമോക്രസി, കിങ്സ് ആൻഡ് ക്യൂസ് ഡു നോട്ട് ഹാവ് ടു എക്സ്പ്ലെയിൻ ദെയർ ആക്ഷൻസ് ഓർ ഡിഫെൻഡ് ദ ഡിസിഷൻസ് ദേ ടേക്ക്. അവർക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? ഡെമോക്രസീനെ പോലെ അവരെടുത്ത തീരുമാനങ്ങളൊന്നും ആളുകളിലേക്ക് അറിയിക്കേണ്ടതായിട്ടുള്ള കാര്യമൊന്നുമില്ല. അവരെന്ത് തീരുമാനിക്കുന്നോ അത് നടപ്പിലാക്കുകയാണ് ചെയ്യുന്നത്. അതെന്താണ്, അവരൊരിക്കലും ജനങ്ങളിലേക്ക് എത്തിക്കുന്നില്ല. ഇവിടെ ഇവരുടെ പവർ എന്ന് പറയുന്നത് നെക്സ്റ്റ് ജനറേഷനിലേക്ക് കൈമാറി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഡിക്റ്റേറ്റർഷിപ്പിലും ഉള്ളത്. അതൊരു ടൈപ്പ് ഓഫ് ഗവൺമെൻറ്, അതായത് ഏകാധിപതിയായിട്ടുള്ള ഒരു ഭരണാധികാരിയാണ് ഉള്ളത്. നിങ്ങൾ ഹിറ്റ്ലറെക്കുറിച്ച് മുസോളിനിയെക്കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? അവർ ജർമ്മനി ഇറ്റലിയൊക്കെ ഭരിച്ചുകൊണ്ടിരുന്ന ആളുകളായിരുന്നു. ആ ഒരു വ്യക്തി മാത്രമായിരുന്നു എന്ത് ചെയ്തത്? ആ കൺട്രീനെ മൊത്തം കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മുടെ നെയ്ബറിങ് കൺട്രിയായ ചൈനയെ എടുക്കുകയാണെങ്കിൽ അവിടെ ഒരു പേഴ്സൺ ആണ് എന്ത് ചെയ്യുന്നത്? ആ എൻ്റയർ കൺട്രീനെ കൺട്രോൾ ചെയ്യുന്നത്. ഹു ഈസ് ദ പ്രസിഡൻറ്റ് ഓഫ് ചൈന? ഷീ ജിങ് പിങ് എന്ന് പറഞ്ഞ പ്രസിഡൻ്റാണ് ഉള്ളത്. അപ്പോൾ അദ്ദേഹത്തിനോട് ചേർന്ന് കുറച്ച് ഓഫീസേഴ്സും ഉണ്ട്. അവരും ആണ് എന്ത് ചെയ്യുന്നത്? അദ്ദേഹം ഉത്തരവിടുന്ന കാര്യങ്ങൾ അവിടെ നടപ്പിലാക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ദീസ് ആർ ദ 3 ടൈപ്സ് ഓഫ് ഗവൺമെൻറ്: ഡെമോക്രസി, മൊണാർക്കി, ഡിക്റ്റേറ്റർഷിപ്പ്. ഓക്കെ, അപ്പോൾ അവിടുത്തെ പവർ എന്ന് പറയുന്നത് ഹൂ ഗീവ്സ് ദ ഗവൺമെൻറ് ദിസ് പവർ ടു മേക്ക് ഡിസിഷൻസ് ആൻഡ് എൻഫോഴ്സ് ലോസ് എന്നുള്ളത്. ദ ആൻസർ ടു ദിസ് ക്വസ്റ്റ്യൻ ഈസ് ഡിപ്പെൻഡ് ഓൺ ദ ടൈപ്സ് ഓഫ് ഗവൺമെൻറ് ദർ ഈസ് ഇൻ എ കൺട്രി. ഓക്കെ, നൗ വി ക്യാൻ വൈൻഡ് അപ്പ് അവർ ക്ലാസ്. Today we discussed the works of the government, levels of government and types of government. Levels of government: national level, state level and local level. Then types of government, that is democracy, monarchy and dictatorship. We explained the main points in this chapter. Okay, today our activity is, you can take our textbook page number 34. Here first
Look at the map on page 29 and 30. They show the states, union territories and districts of India. Find out the following informations. Questions are: name of the neighboring countries of India, names of your states or union territory and its neighbors. Then next, name of your district and its neighbors. Okay, you can find the answers and write in our politics notebook. Okay, you can write term 2, then take a new page, then write chapter 9, then do this activity in our politics notebook. Okay, and also you should read this textbook very well. Okay, that is must. Okay, we can meet next class. Thank you. Have a nice day.